എല്ലാവർക്കും നമസ്കാരം. 2025 ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്പോൺസർഷിപ്പ് എക്സാമുകൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെയും സ്പോൺസർഷിപ്പ് എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒരു പുതിയ സ്പോൺസർഷിപ്പ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതുവരെ സ്പോൺസർഷിപ്പ് എക്സാമുകൾക്കൊന്നും അപ്ലൈ ചെയ്യാൻ മറന്നുപോയവർക്കോ അറിയാതെ ആയിപ്പോയവർക്കൊക്കെ ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ചെന്നൈയിലുള്ള HIMT കോളേജ് വഴി BSM എന്നൊരു ഷിപ്പിംഗ് കമ്പനി നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാമിനുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഏകദേശം 700ഓളം കപ്പലുകൾ മാനേജ് ചെയ്യുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് കമ്പനിയാണ് BSM. ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 16 മെയ് 2025 അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ HIMTയും BSMഉം കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നവീൻ. എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. സാധാരണ ഷിപ്പിംഗ് കമ്പനികൾ അവരുടേതായ എൻട്രൻസ് എക്സാം നടത്തിയാണ് കുട്ടികളുടെ സ്പോൺസർഷിപ്പ് എക്സാമിന് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു കോളേജും ഒരു ഷിപ്പിംഗ് കമ്പനിയും തമ്മിലുള്ള കൊളാബറേഷൻ ആയതുകൊണ്ട് ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണും പ്രോസസ്സും കുറച്ച് വ്യത്യാസമാണ്. ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ വളരെ മിനിമമാണ്. 21 വയസ്സിന് മുകളിലായിരിക്കരുതെന്നും ഇംഗ്ലീഷിന് 60% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണമെന്നും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളിൽ ആവറേജ് 60% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം എന്നതുമാണ്. ഐസൈറ്റ് ഒരു കണ്ണിൽ 6/6ഉം രണ്ടാമത്തെ കണ്ണിൽ മിനിമം 6/9 ഉള്ളവർക്ക് പോലും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ HIMT കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയി അവരുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യാനുള്ള ഫീസ് 500 റുപ്പീസാണ്. അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിൽ നിന്ന് ഫസ്റ്റത്തെ ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുന്നത് HIMT കോളേജാണ്. ഷോർട്ട് ലിസ്റ്റ് ആയ കാൻഡിഡേറ്റ്സിനെ അവർ മെയിൽ വഴി ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ആയ കാര്യം അറിയിക്കുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ആയ കാൻഡിഡേറ്റ്സിന് 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു 10,000 റുപ്പീസ് HIMTയിൽ അടയ്ക്കേണ്ടതാണ്. ഇങ്ങനെ 48 മണിക്കൂറിനകം ഈ ഒരു പൈസ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള അടുത്ത ആൾക്ക് നിങ്ങളുടെ ചാൻസ് പോകുന്നതായിരിക്കും. ഇങ്ങനെ HIMT ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 10,000 റുപ്പീസ് അടച്ച ആൾക്കാരെ BSMലേക്ക് ഇൻ്റർവ്യൂവിന് അയക്കുകയാണ് HIMT ചെയ്യുന്നത്. ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് BSM ആണ്. ഇൻ കേസ് നിങ്ങൾ സെലക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസത്തിനകം നിങ്ങൾ അടച്ച 10,000 രൂപ തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് സെലക്ഷൻ ആയില്ലെങ്കിൽ 10,000 റുപ്പീസ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അത് റീഫണ്ടബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ടോട്ടൽ 30 കാൻഡിഡേറ്റ്സിനെയാണ് HIMTയും BSMഉം തമ്മിലുള്ള ഈ ഒരു കൊളാബറേഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയ കുട്ടികൾക്ക് HIMT ക്യാമ്പസിൽ നിന്ന് തന്നെ DNS കോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് ആകെ മൊത്തം 5,11,000 രൂപയാണ് വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 25,000 ഇതിൽ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഓൾറെഡി സ്പോൺസർഷിപ്പ് കമ്പനികൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരു പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നുള്ളതാണ്. അതിന് കൂടാതെ ഒരു 25,000 നിങ്ങളുടെ കോഴ്സ് ഫീയിൽ നിന്ന് ഡിസ്കൗണ്ടും HIMT നിങ്ങൾക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് എലിജിബിൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ BSM വളരെ നല്ലൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ വളരെ നല്ല ഫാക്കൽറ്റിയും ഫെസിലിറ്റിയും ഒക്കെ ഉള്ളൊരു കോളേജാണ് HIMT ചെന്നൈ. അതുകൊണ്ട് തന്നെ എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൽ ആകെ 500 രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ളത്. ബാക്കി 10,000 റുപ്പീസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് റീഫണ്ട് ആവും എന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതുവരെ ഒരു സ്പോൺസർഷിപ്പ് എക്സാമിനൊന്നും അപ്ലൈ ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.